നമസ്കാരം. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും പൊന്നോണ നാളിലെ പായസമേളയിലേക്ക് സ്വാഗതം. ഓണത്തിന് പായസമില്ലാതെ എന്താഘോഷമല്ലേ? അതും നമ്മുടെ ഒരു പ്രിയപ്പെട്ട അതിഥി അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട ഒരാൾ നമുക്ക് വേണ്ടി തയ്യാറാക്കുന്ന പായസമാണെങ്കിലും. അങ്ങനെ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട യമുന ചേച്ചിയാണ് ഇന്ന് നമുക്ക് വേണ്ടി മറ്റൊരു സ്പെഷ്യൽ പായസമായിട്ട് നമ്മുടെ കൂടെയുള്ളത്. നമസ്കാരം, സ്വാഗതം ചേച്ചി. നമസ്കാരം. അപ്പോൾ ചേച്ചി, നമ്മൾ അടുത്ത പായസമായിട്ട് വന്നിരിക്കുകയാണ് അല്ലേ? അപ്പം ചേച്ചി വരുമ്പോഴേ എനിക്കും പ്രേക്ഷകർക്കും എല്ലാം അറിയാം ഒരു സ്പെഷ്യൽ പായസമായിരിക്കും, നോർമലി കഴിക്കുന്ന പായസമൊന്നും അല്ല എന്നുള്ളത്. അപ്പം ഇന്ന് എന്ത് പായസമാണ് ചേച്ചി? ഇന്ന് നമ്മൾ സ്പെഷ്യലായിട്ട് വെക്കാൻ പോകുന്ന പായസം അവല് പായസമാണ്. അപ്പോൾ ഓൾറെഡി പലരും അവല് പായസം ചെയ്യാറുണ്ട്. ഞാൻ ഈ അവലിന്റെ കൂടെ എന്റേതായ ഒരു പൊടിക്കൈ ചേർത്തുകൊണ്ട്, പൊടിക്കൈ ഇപ്പൊ പറയരുത് അല്ല, അതൊരു മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിരുന്നു. ഒന്ന് രസകദളി പഴമാണ്. രസകദളി പഴമാണ് അവൽ പായസത്തിൽ വെക്കാൻ പോകുന്നത് അല്ലേ? അപ്പൊ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയന്റ്? ഇതിന് വേണ്ടത് മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് അവലും പഴമാണ്. പിന്നെ വേണ്ടത് ചവ്വോരി ഇച്ചിരി കൂടുതലിടാം. പിന്നെ പാല്, പശു പാല യൂസ് ചെയ്യുന്ന പഞ്ചസാര, ഇത് പഞ്ചസാരയാണ്. പിന്നെ നമ്മുടെ സ്ഥിരം പായസത്തിന്റെ ഏലക്ക, കിസ്മിസ്, അണ്ടിപ്പരിപ്പ്, തേങ്ങാക്കുത്ത് എല്ലാം ഉണ്ട്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമ്മൾ കുറേ അല്ലേ, കഴിഞ്ഞ പായസത്തിൽ ചേച്ചി ഫുള്ള് ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. ഇപ്രാവശ്യം ഹെൽത്തി ആയിട്ടാണ്, ഭയങ്കര ഹെൽത്തി അല്ലാത്തൊരു സാധനം മാത്രമേ ഉള്ളൂ പഞ്ചസാര. പക്ഷെ ഞാൻ പഞ്ചസാര കുറവാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നിങ്ങളുടെയൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് അത് ചേർക്കാം. ഓക്കെ. ഈ അവൽ പായസത്തിലേക്ക് എത്താനുള്ള ഒരു കാര്യം എന്താണ്? കഴിഞ്ഞ നമ്മുടെ എപ്പിസോഡിൽ ചേട്ടൻസ് പറയണ്ടേ ചേച്ചി ഒരു ഫുഡും കളയില്ല എന്നുള്ളത്. ഇത് അങ്ങനെ വല്ലതും ആണോ? ദേവേട്ടൻ പറഞ്ഞത് ഒരു സത്യമാണ് കേട്ടോ. ഒരു സാധനം ഞാൻ കളയില്ല, പ്രത്യേകിച്ച് ഫുഡ്. അപ്പം ഈ ചോറൊക്കെ അധികം വന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം അത് മറ്റൊരു വിഭവമായി മേശപ്പുറത്ത് എത്തിച്ചിരിക്കും. അതെന്തെങ്കിലും ഞാൻ കണ്ടുപിടിച്ചിരിക്കും. അത് സത്യം തന്നെയാണ്. അങ്ങനെ വന്നതൊന്നും അല്ല. കാരണം ഇവിടെ പായസം ഞാൻ പറഞ്ഞില്ലേ, ദേവേട്ടന് പായസം ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് മിക്ക ദിവസവും എന്നുവെച്ചാൽ ഒരുപാട് കുടിക്കില്ല, ഈ പറഞ്ഞ ഇത്തിരി. പക്ഷെ അത് വല്ലപ്പോഴും വേണമെന്നുള്ളൊരു ആഗ്രഹമുള്ള ഒരു മനുഷ്യനാണ്. അപ്പം ഡെയിലി ഒരേ പായസം വെച്ചപ്പോൾ എനിക്ക് തന്നെ ബോറടിച്ചു തുടങ്ങി. അപ്പൊ ഞാൻ കണ്ടുപിടിച്ച് ഓരോന്നായിട്ട് ഇങ്ങനെ പുതിയ പുതിയ പായസങ്ങൾ. അങ്ങനെ ഇന്ന് അവല ചേച്ചി ഇപ്പൊ നമുക്ക് ബ്രൗൺ അവലും കിട്ടത്തില്ല, അതായാലും കുഴപ്പമില്ല. ഞാൻ പിന്നെ ഇതിൽ പാലൊക്കെ ഒഴിച്ച് ചെയ്യുമ്പോ ഇച്ചിരി മറ്റേ ബ്രൗൺ ആകുമ്പോൾ കുറച്ച് കളറിനൊരു ഇത് വരില്ലേ. അപ്പൊ നമുക്ക് ആദ്യം ഇതിലേക്ക് നെയ്യ് ഒഴിച്ചു, അതിലേക്ക് നമുക്ക് പഴം ഇട്ട് വഴറ്റാം. ആദ്യം തന്നെ രസകദളി പഴം ചെറുതായിട്ട് അരിയണം. ഇങ്ങനെ തന്നെ വേണം അല്ലേ ചേച്ചി? പഴം ഒന്ന് വഴറ്റിയെടുക്കണം. ഈ പഴം നന്നായിട്ട് ഇങ്ങനെ ഇതാവണം. അതെ. ഈ പഴം ഇതിൽ കാണില്ല. അപ്പൊ നമ്മളിതില് ഇതെന്തുകൊണ്ടാണ് ഇതിങ്ങനെ ഒരു പരീക്ഷണം നടത്തിയെന്ന് പറയുമോ? പഞ്ചസാര കുറച്ച് ചേർത്താൽ മതി. പഴത്തിന്റെ മധുരവും എല്ലാം കൂടെ നിൽക്കുമ്പോൾ നമുക്ക് പഞ്ചസാര കുറച്ച് ചേർത്താൽ മതി. റോൾസ് ഒക്കെ ചോദിക്കുകയാണ് ചേച്ചിക്ക് ഒരു ഡ്രീം റോൾ ഉണ്ടോ? ഉറപ്പായിട്ടും ഉണ്ട്. എനിക്ക് ശരിക്കും മൂവീസിൽ ഒരു നെഗറ്റീവ് എന്ന് വെച്ചാൽ ഒരു വില്ലത്തി റോള് ചെയ്യണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. ഞാൻ സീരിയലിൽ ചെയ്തിട്ടുണ്ട്, ഭയങ്കര വില്ലത്തിയായിട്ട് അത് ശ്രദ്ധിക്കപ്പെട്ടിട്ടുമുണ്ട്. പക്ഷെ എനിക്ക് മൂവീസിൽ ഞാൻ കോമഡിയാണ് ചെയ്തിട്ടുള്ളത്. മീശ മാധവനായാലും പട്ടണത്തിൽ സുന്ദരനായാലും എല്ലാം കുറച്ച് കോമഡിയാണ് ഹൈലൈറ്റ് ആയിട്ട്, കുറച്ച് അങ്ങനെയാണ് ആളുകളെ മനസ്സിലുള്ളത്. അപ്പൊ എനിക്ക് ഒരു നല്ലൊരു നെഗറ്റീവ് ക്യാരക്ടർ സിനിമയിൽ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഇപ്പൊ ചേച്ചി നെഗറ്റീവ് ക്യാരക്ടർ എന്ന് വെച്ചാൽ വെറുതെ ഒരു വില്ലത്തി നാത്തൂനും ഒന്നുമല്ല ഞാൻ മനസ്സിൽ പറയുന്നത്, ഒരു ഡോൺ പോലെയൊക്കെ. കാരണം അങ്ങനെ ഒരു കഥാപാത്രങ്ങൾ എപ്പോഴും മെയിൽ ഓറിയന്റഡ് ആണ്. അതെ. മൂവീസിൽ ഫീമെയിൽ ഓറിയന്റഡ് ആയിട്ട് അങ്ങനത്തെ ക്യാരക്ടേഴ്സ് നമ്മുടെ മലയാളത്തിലില്ല. പിന്നെ ഹിന്ദിയിലും തമിഴിലൊക്കെ വന്നിട്ടുണ്ട് റയർ ആയിട്ട്. പക്ഷെ മലയാളത്തിലില്ല. പക്ഷെ അപ്പൊ അത് അങ്ങനെ ഒരെണ്ണം എനിക്ക് ചെയ്യണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമുണ്ട്. ഇതിലേക്ക് നമുക്ക് അവലിടാൻ സമയം അല്ലേ? അപ്പൊ ഏകദേശം നമ്മുടെ മിക്സ് ആയിട്ടുണ്ട്. എന്തായാലും ചേച്ചി നമ്മുടെ പായസം നന്നായിട്ടല്ലേ, അവലും നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. നല്ല മൊരിഞ്ഞു.
അവല് മുരിഞ്ഞു. പഴം ആദ്യം ഒന്ന് നല്ല നെയ്യിലൊന്ന് വഴറ്റിയതിന് ശേഷം വേണം നമ്മൾ അവലിടാൻ. ഓക്കെ, ഇനി എന്താ അവല് പിന്നെ നെയ്യിൽ നന്നായിട്ടൊന്ന്. ഞാൻ ചോദിക്കട്ടെ, ഈ അവലിപ്പോ ഇങ്ങനെ മൊരിയുമ്പോൾ ഒരു ക്രിസ്പിനെസ് വരത്തില്ല, അതാണ് അതിന്റെ ഒരു അല്ലേ? അതെ, എന്നിട്ടേ പാലൊഴിക്കാവൂ. ഓക്കെ, അപ്പൊ അടുത്ത് ഇതിപ്പോ എത്ര പാലുണ്ട്? ഈ 1 ലിറ്റർ? 1 ലിറ്റർ പാൽ, ഒരു 1/2 കിലോ അവല്. 1/2 കിലോ അവല്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ചേച്ചി ഇപ്പം ചേട്ടന്റെ ഇഷ്ടങ്ങളെ കുറിച്ച് പറഞ്ഞു, മക്കളുടെ ഇഷ്ടങ്ങളെ കുറിച്ച് പറഞ്ഞു, എന്ന് ചേച്ചിയുടെ ഒരു ഫുഡ് ഹാബിറ്റ്സ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ചേച്ചിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ? എനിക്ക് ഇഷ്ടമുള്ളത് അവരോട് ചോദിക്കുന്നില്ല എന്നുള്ളത്. അല്ല, എന്നാലും അവര് വരുമ്പോൾ ഞാൻ ചോദിക്കും. അതല്ല, ചേച്ചിക്ക് നമുക്ക് എപ്പോഴും ഒരു സ്വന്തമായിട്ട് ചിലപ്പോൾ ആരുമില്ല, അത് പറഞ്ഞ ഇമേജ് പോകുന്നുണ്ടാവും. ഇനി എന്താ ഒഴിക്കണ്ടേ? പാലാണോ? പാൽ, ഇതല്ലേ പാൽ? ഇത് നല്ല മുരിഞ്ഞല്ലോ, പാലൊഴിക്കാം. നമുക്ക് നമ്മളൊരു 1 ലിറ്റർ പാലെടുത്ത് വെച്ചിട്ടുണ്ട്, പാൽ ഒഴിക്കാണ്. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചവ്വരി കൂടി ഒഴിക്കണം. ഓക്കെ, നമ്മൾ നേരത്തെ കുറച്ച് ചവ്വരി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചവ്വരി നമ്മുടെ പായസത്തിലേക്ക് ഇതിന് ഇച്ചിരി കൂടുതൽ ചവ്വരി ഇടാമേ. അതെന്താ ചേച്ചി? കുറച്ച് നല്ലതാ. അവലും ആ ചവ്വരിയും കൂടെ കടിക്കുമ്പോൾ അത് കുടിച്ചു കഴിയുമ്പോൾ നോക്കിയോ പറയും ആ ക്രിസ്പിനെസ് അല്ലേ? ആ ഒരു ഭയങ്കര ഭംഗിയാണ് അത് കാണാൻ തന്നെ. അവലും ഇപ്പൊ നോക്കിക്കോണം. ഇതിപ്പോ അങ്ങോട്ട് ഇളക്കി. ഇതിപ്പോ നമ്മളിപ്പം ഞാൻ 1 ലിറ്റർ പാൽ ഒഴിച്ചിട്ടില്ല കേട്ടോ, 1/2 ലിറ്റർ ഒഴിച്ചിട്ടുള്ള. ഇനി 1/2 ലിറ്റർ കൂടെ ഒഴിക്കണം. ഇതൊന്നായിട്ട് ഒഴിച്ചിട്ട്. അപ്പൊ പറഞ്ഞില്ല ഏറ്റവും അത് ഇളക്കുന്ന സമയത്ത് പറയാം ചേച്ചിക്ക് ഇഷ്ടമുള്ള ഭക്ഷണം എന്താണ്? എനിക്കിഷ്ടമുള്ള ഏറ്റവും ഇഷ്ടം പറഞ്ഞു. പഴങ്കഞ്ഞി. എനിക്ക് അത് പറയാനാണ് ഇത്ര താമസം എടുത്തത്. ആർക്കും പഴങ്കഞ്ഞി ഇഷ്ടമില്ലാത്ത? അയ്യോ, ഇവിടെ ദേവേട്ടനൊന്നും ഇഷ്ടമൊന്നുമല്ല. അതിപ്പോ അമേരിക്കക്കാരനൊക്കെ പഴങ്കഞ്ഞി. ഞാൻ പഴങ്കഞ്ഞി കുടിക്കാതിരിക്കും. ഞാൻ പിന്നെ വഴക്ക് പറയേ, ഞാനിത് കാണാണ്ട് പാത്ത് കൊണ്ട് വെക്കും. രാത്രി വെള്ളം ഒഴിച്ച് ചോറ് ഇവിടെ ബാക്കി വെക്കാൻ സമ്മതിക്കൂല. കാരണം ഇവര് എന്തെങ്കിലും ഇതാക്കുന്ന വെച്ചിട്ട് ഇവരൊക്കെ കഴിച്ച് എന്ന് വെച്ചാൽ ഇച്ചിരി ഉച്ചയ്ക്ക് മാത്രം ഇവിടെ ചോറ് കേട്ടോ, രാത്രി ചോറില്ല. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, രാത്രി ഡിന്നർ അവരുടെ വകയാണ് കൂടുതലായിട്ട്. അപ്പം ഉച്ചയ്ക്കുള്ള ലഞ്ച് കുറച്ച് ചോറേ ഞങ്ങൾ വെക്കാറുള്ളൂ. അപ്പൊ ഇത്തിരി അങ്ങനെ ഞാൻ ഈ പഴങ്കഞ്ഞി കുടിക്കാൻ വേണ്ടി കൂടുതൽ ഇട്ട് വെക്കും. കാണാണ്ട് കൊണ്ട് വെള്ളം ആയിരിക്കാം. സത്യസന്ധമായി പറഞ്ഞു എനിക്ക് പഴങ്കഞ്ഞി ഇഷ്ടമാണ്. അതിനകത്തെ കോമ്പിനേഷൻ തലേന്നത്തെ മീൻകറി. അപ്പൊ നമ്മൾ എനിക്കൊന്ന് കുറച്ചുകൂടെ പാൽ ആഡ് ചെയ്യണം തോന്നില്ലേ ചേച്ചി? പാൽ ഒരു മിനിറ്റ്, ഇതൊന്ന് ഗുളുകുളാന്ന് വരട്ടെ. ഗുളുകുളാന്ന് ബബിൾസ് വരുന്നതിനാണ്. ചേച്ചി വർത്താനം പറഞ്ഞതിൻ്റെ കുറഞ്ഞതൊരു 10 പ്രാവശ്യം മിനിമം ദേവേട്ടൻ എന്ന് പറയും. ദേവേട്ടൻ ചേച്ചിക്ക് വേണ്ടി കവിതയൊക്കെ എഴുതുന്ന കേട്ടോ, സത്യമാണോ? എനിക്ക് വേണ്ടി ഒരു കവിത എഴുതിയിട്ടുണ്ട്. ഓർമ്മയുണ്ടോ? വരുമല്ലോ ഒരു വരി. പറ കേക്കട്ടെ. എനിക്ക് പാടാൻ അറിയില്ല. പറഞ്ഞാ മതി. വഴി മറന്നെങ്ങോ പറന്നൊരാപ്പാടിക്ക് നെഞ്ചിന്റെ ഈണം വെളിച്ചമായി, അങ്ങനെ എന്തോ ഒരു ലൈൻ തുടക്കം അങ്ങനെയാണെന്ന്. അതാ ഗുളുകുളു വന്നു. പാലൊഴിക്കും. ഞങ്ങളുടെ പായസത്തിൽ ഗുളുകുളു വന്ന് ഞങ്ങൾ പാലൊഴിക്കുകയാണ്. ഇത് പാലും കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ടുണ്ടല്ലേ ചേച്ചി? മൊത്തം പാലല്ല, പഞ്ചസാര. പഞ്ചസാര ചേർക്കും. അത് ശരിയാണ് കേട്ടോ. നമ്മൾ കുക്ക് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ കിട്ടുന്നൊരു ടിപ്പാണ്. ആദ്യമൊന്നും എനിക്കും അറിയില്ലായിരുന്നു. പഞ്ചസാര ഇതായി കഴിയുമ്പോൾ ലൂസ്, അപ്പോൾ എന്ത് ചെയ്യണം എന്ന് അറിയില്ലായിരുന്നു. ഇപ്പൊ ചേച്ചിക്ക് 2 പെൺകുട്ടികളാണ് അല്ലെ? അപ്പം അവർക്ക് ആർക്കെങ്കിലും ഈ അഭിനയത്തിനോടോ അങ്ങനെ എന്തെങ്കിലും താല്പര്യമുണ്ടോ? അഭിനയത്തിനോട് രണ്ടുപേർക്കും വലിയ. ഇളയാള് ഡാൻസ് എനിക്കറിയാം. ഞങ്ങൾ ഇവിടെ ഇരിക്കുമ്പോ തന്നെ ആള് സ്റ്റെപ്സ് ഒക്കെ ഇട്ട് നോക്കുന്നുണ്ട്. ഇളയമോള് റോഡിൽ കൂടെ നടന്നു പോയാലും ഇങ്ങനെ ഡാൻസ് ചെയ്യാനൊക്കെ കാണിച്ചോണ്ടോ. ഞാൻ ഒന്ന് അടങ്ങി നടക്കുന്നു പറയും. അങ്ങനെ അറിയാണ്ട് അവർക്ക് വരും. അല്ല, മോള് ഡാൻസ് ചെയ്യുമെന്ന് ഞാൻ കണ്ടു. അഭിനയത്തിനോട് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടോ? ഇതുവരെ ഇൻട്രസ്റ്റ് പറയുന്നില്ല കേട്ടോ. ഞാനായിട്ട് അതിന് താല്പര്യപ്പെടത്തില്ല. ഞാൻ ഒരു കാര്യത്തിലും അവരെ പഠിക്കുന്ന കാര്യത്തിൽ പോലും സത്യസന്ധമായി പറഞ്ഞ പഠിക്കുന്ന പറയത്തില്ല ഇന്നുവരെ പറഞ്ഞിട്ടില്ല. അവർ തന്നെയാണ് പഠിക്കുന്നത്. അത് ചിലപ്പോൾ അത് എൻ്റെ ഒരു ഭാഗ്യം തന്നെയാവാം. കാരണം ഞാൻ ഈ ജോലി തിരക്കായിട്ടൊക്കെ നമ്മുടെ ഷൂട്ടൊക്കെ അറിയാമല്ലോ, രാവിലെ പോയി രാത്രിയിലാണ് വരുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് കൂടെ ഇരുന്ന് ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പം അവർ രണ്ടുപേരും വളരെ അണ്ടർസ്റ്റാൻഡിങ് ആയ 2 പിള്ളേരാണ്.
അപ്പൊ അവരുടെ കാര്യങ്ങള് അവർക്ക് തന്നെ ഒരു ഇതാണ്, അവർക്ക് രണ്ടുപേർക്കും മാർക്ക് കുറഞ്ഞ അവർക്കാണ് ടെൻഷനൊക്കെ എന്നെ കാട്ടി. അപ്പൊ അതുകൊണ്ട് രണ്ടുപേരും ഇരുന്ന് പഠിച്ചോളൂ, കൂടെ ഒരാൾ പുഷ് ചെയ്യണമെന്നൊന്നുമില്ല, രണ്ടുപേരും. അല്ല, ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആണെന്ന് ചേച്ചി തന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ സംസാരിക്കുമ്പോൾ പറയണ്ടായി, എന്റെ ഒരു ബലം തന്നെ അവരാണെന്ന് പറയുണ്ടായി. അതെ അതെ അതെ. മൂത്താള് പാട്ട് പാടുവേ, പാട്ടെന്ന് വെച്ചാൽ മലയാളം അല്ല, അതെ, അവള് കൊറിയൻ. അവൾക്ക് ഈ ഭാഷകള് പല ലാംഗ്വേജസ് പഠിക്കാൻ ഭയങ്കര നല്ലതാണ് ശരിക്കും പറഞ്ഞാൽ. അവള് ഭയങ്കര ഇഷ്ടം. അപ്പം മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഇവിടെ തന്നെ നമ്മളൊക്കെ സ്കൂളിൽ ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട്. അപ്പൊ അത് കാരണം ഓൾറെഡി അറിയാം. അപ്പൊ അവൾ പറഞ്ഞ് വേറെ ഫോറിൻ ലാംഗ്വേജ് പഠിക്കണം എന്ന് പറഞ്ഞിട്ട് തന്നെ മറ്റേ യൂട്യൂബ് ട്യൂട്ടോറിയൽ ഉണ്ടല്ലോ, അതില് നോക്കിയാണ് അവള് കൊറിയൻ പഠിക്കുന്നത്. ഏകദേശം എനിക്ക് ആമി, രണ്ടാമത്തെ ആള് ആഷ്മി. ആഷ്മി. ഇതിനും നമ്മുടെ ചേച്ചിയുടെ ഭാഷയിലെ ഗുളുഗുളു വരണം. പിന്നെ പാലൊക്കെ ഒഴിച്ചല്ലേ. ഓക്കെ, ഗുളുഗുളൂടെ വന്ന് മറ്റേ വറുത്തൂരിയ സംഭവം തീർന്നു. അടിപൊളി, ഭയങ്കര ഈസിയാണല്ലോ ചേച്ചി. നമുക്ക് അപ്പൊ നമ്മുടെ പായസം ഏകദേശം ആയി വരുന്നു. ഇപ്പൊ ചേച്ചി എനിക്കൊന്ന് കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ പറയേണ്ട ഒരു ക്യാരക്ടർ ചേച്ചിയിലേക്ക് വരുമ്പം ചൂസ് ചെയ്യുന്നതിന് അപ്പോൾ ഒരു ക്രൈറ്റീരിയ പോലെ അങ്ങനെ എന്തെങ്കിലും ചേച്ചി വെച്ചിട്ടുണ്ടോ? ഇങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ ചോളി. ഇപ്പൊ ലാസ്റ്റ് ചെയ്ത സീരിയൽ എന്നൊക്കെ പറഞ്ഞ ചേച്ചി എനിക്കൊന്ന് ചെയ്താൽ കൂടുതൽ സീരിയലുകളും സൂപ്പർ ഹിറ്റ് തന്നെയാണ് അല്ലേ? അപ്പൊ അങ്ങനെ കൂടുതൽ സീരിയലുകൾ, അതെ അതെ തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ ഇപ്പൊ തന്നെ അവസാനം ചെയ്ത സത്യാന്ത പെൺകുട്ടിയൊക്കെ അങ്ങനെ ഭയങ്കര ഹിറ്റാണ്. അപ്പൊ അങ്ങനെ ചേച്ചി ഇങ്ങനെ വെക്കുമോ? ഞാൻ ഇപ്പൊ ചേച്ചി പറഞ്ഞു ചിലരൊക്കെ സ്ക്രിപ്റ്റ് ചോദിക്കുമ്പോൾ അഹങ്കാരമാണോ ജാടയാണോ എന്നൊക്കെ വിചാരിക്കും. എങ്കിലും അങ്ങനെ എന്തൊക്കെ ആയിരിക്കും ചേച്ചിയുടേതായിട്ടുള്ള ഒരു ഇത്? നല്ല ഡയറക്ടർ ആയിരിക്കണം അങ്ങനെയൊക്കെ ഉണ്ടോ? ഇല്ല, കഥയാണ്. ഡയറക്ടറെ ഞാൻ നോക്കാറില്ല, കാരണം സീരിയലിൽ ഡയറക്ടറെ നമ്മൾ അങ്ങനെ നോക്കേണ്ട കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ സ്ക്രിപ്റ്റ്, കഥയുടെ എന്തെങ്കിലും ഒരു വൺ ലൈൻ നമുക്ക് കേൾക്കുമ്പോൾ അറിയാൻ പറ്റും, നന്നായിരിക്കും. നമുക്ക് ഫുൾ ഇപ്പം സീരിയലിനെ സംബന്ധിച്ച് ആദ്യം മുതൽ അവസാനം വരെ കഥ പറഞ്ഞുതരാൻ അവർക്ക് പറ്റത്തില്ലെങ്കിലും അതിന്റെ ഒരു ത്രെഡ് കേൾക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും നല്ലതായിരിക്കും എന്നുള്ളത്. എന്തായാലും എല്ലാ സബ്ജക്ട്സിനും ഒരു ത്രെഡ്, ബേസിക് ത്രെഡ് ഉണ്ടാവും. അപ്പൊ അത് കേൾക്കുമ്പോൾ അറിയാൻ പറ്റും. ഇപ്പം ചേട്ടൻ സീരിയൽസ് ഏതെങ്കിലും കണ്ടിട്ടുണ്ടോ ചേച്ചിയുടെ ദേവേട്ടൻ? ഏതെങ്കിലും? ഇപ്പൊ സത്യം കണ്ടു ഈ കല്യാണത്തിന് ശേഷം. ഞാൻ അപ്പോഴല്ലേ അഭിനയിച്ചോണ്ടിരിക്കുകയായിരുന്നു. അഭിനയിച്ചിട്ട് എന്താ അഭിപ്രായം? കുക്കിംഗിൽ എക്സ്പെർട്ട് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു നമ്മളോട്. ചേട്ടൻ വളരെ നാച്ചുറൽ ആക്ട്രസ് ആണ് എന്നുള്ളതാണ് പറയുന്നത്. ഒട്ടും അഭിനയിക്കാൻ തോന്നാറില്ല, ഭയങ്കര നാച്ചുറൽ ആയിട്ടാണ് സത്യമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ചേട്ടനും എന്നോട് പറഞ്ഞത് അങ്ങനെ തന്നെ കണ്ടിട്ട് പറഞ്ഞത്, നീ കുറച്ച് മൂവീസ് ഒക്കെ ചെയ്യാൻ നോക്കൂ ഇതല്ലേ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ കിട്ടും, നല്ല ക്യാരക്ടേഴ്സ് വരണ്ടേ. നമ്മൾ ഈ പറയുമ്പം വല്ലപ്പോഴും ഒന്നും ചെയ്താലും അത് മനസ്സിൽ നിൽക്കണ്ടേ, അതുകൊണ്ട് അങ്ങനെ വെയിറ്റ് ചെയ്യുന്നു. ഏലക്ക അപ്പൊ നമ്മുടെ അവൽ പഴം പായസം ഏകദേശം റെഡി ആയിട്ടുണ്ട് അല്ലേ ചേച്ചി? വന്നില്ലേ ചേച്ചി? നമ്മൾ വെയിറ്റ് ചെയ്ത് ചേച്ചി ഇലക്കി നല്ല കുറുകി വന്നിട്ടുണ്ട് പായസം. നമുക്കപ്പോൾ ഇതൊന്ന് ഓഫ് ചെയ്യാം. പിന്നെ തേങ്ങാക്കൊത്ത് ഇല്ലേ? വേണ്ടവർക്ക് മാത്രം ഇട്ടാൽ മതി തേങ്ങാക്കൊത്ത്. അത് എന്താ ചേച്ചി വഴട്ടാൻ പോകുന്നത്? തേങ്ങ. ഞാനിങ്ങനെ ചേച്ചി ചെയ്യുന്നതിന്റെ ആ ഭംഗി നോക്കി നിൽക്കുക, ചെയ്യുന്നതിന് ഒരു ഭംഗി ഉണ്ടല്ലോ, അതാണ്. തേങ്ങ നല്ല മൂത്തേ, നമുക്ക് ഇതിലോട്ടെ കുറച്ച് മുന്തിരിങ്ങയും കൂടെ അല്ലേ ചേച്ചി? ഓക്കെ, കുറച്ച് ഇട്ടിട്ടുണ്ട്. ചിലപ്പോൾ ഈ പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാവും. അപ്പൊ വിളിക്കാം അല്ലേ ചേച്ചി? അപ്പൊ അമ്മി പോരെ. ഇതാണ് ചേച്ചിയുടെ രണ്ട് സുന്ദരിമണികൾ. പേരൊന്ന് പറഞ്ഞേ. എന്റെ പേര് ആമി. അപ്പൊ ഇതാരാ ചേച്ചി നമുക്ക് കൊറിയൻ പാട്ട് പാടിത്തരാൻ പോന്നെ? ഇപ്പൊ തന്നെ പാടണോന്ന്. അമ്മി ഏത് ക്ലാസ്സിലാണ് പഠിക്കണേ? 11th. മോളോ? 7th. രണ്ടുപേരും ഏത് സ്കൂളിലാണ്? സരസ്വതി. അപ്പൊ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് അല്ലേ? അതൊന്ന് ഇരുന്ന മണമൊക്കെ ഒന്ന് നമ്മുടെ പായസം. ഇതിപ്പം ആമിയും ആഷ്മി എത്തിയിട്ടുണ്ട്. ഇവരുടെ ഫേവറേറ്റ് പായസം എന്നാണ് ചേച്ചി പറയുന്നത്. ഏതാണ് ആമിക്കുട്ടിക്ക് ഇഷ്ടമാണ്? പാലട. ആഷ്മിക്കോ? ചൗവരി പായസം ഇഷ്ടമാണ്. കൊച്ചുകുട്ടികളുടെ നമ്മൾ പറഞ്ഞതേ ഉള്ളല്ലേ ചൗവരി പായസം ഇഷ്ടമാണെന്നുള്ളത്. ഞാനിങ്ങനെ ചേച്ചിയോട് ചോദിക്കായിരുന്നു, അപ്പൊ അമ്മ ഒരു സെക്കൻഡ് മാരേജ് എന്ന് പറഞ്ഞപ്പോ മക്കൾക്ക് എന്തായിരുന്നു തോന്നിയത്? അമ്മ സെക്കൻഡ് മാരേജ് അങ്ങനെ ഇങ്ങോട്ടൊന്നും പറഞ്ഞിട്ടില്ല.
അത് ഡിവോഴ്സ് കഴിഞ്ഞപ്പോഴേ ഞങ്ങൾ റെക്കമെൻഡ് എനിക്ക് താല്പര്യമില്ല അമ്മ ഒറ്റയ്ക്ക് ജീവിക്കണമെന്ന് എനിക്കൊരു താല്പര്യമില്ല. കാരണം ഞാനിപ്പോ കുട്ടിയാണ്, കുഴപ്പമില്ല. വലുതായി കഴിഞ്ഞാൽ ഞാൻ ജോലി മേടിച്ചൊക്കെ വേറെ നാട്ടിൽ പോയേക്കാം. ഞാൻ ചിലപ്പം എൻ്റെ വർക്ക് ഭയങ്കര ഹെക്ടിക് സ്കെഡ്യൂളായിരിക്കും. എനിക്ക് എപ്പോഴും അമ്മയെ വന്ന് കാണാൻ കൂടെ നിൽക്കാനേ പറ്റിയിരിക്കത്തില്ല. അപ്പോൾ അമ്മ ഒറ്റയ്ക്കാണെന്നുള്ള വിഷമം എനിക്ക് തോന്നാൻ പാടില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ പുഷ് ചെയ്തു അല്ലേ. ഞാൻ ബ്ലെസ്ഡ് ചേച്ചി, ഇത്രയും നല്ല മക്കളുണ്ടല്ലോ. അത് തന്നെ ആഷ്മിക്കുട്ടി. ഞാനിങ്ങനെ വന്നപ്പോൾ തന്നെ കാണുമായിരുന്നു കേട്ടോ, ഇവിടെ ചേട്ടനുമായിട്ട് ഭയങ്കര അടുപ്പാണ് ഇവർ. എനിക്കൊന്ന് ചേച്ചിയുടെ അടുത്ത് അല്ലേ സംസാരിക്കുന്നതിനാൽ കൂടുതൽ ഇവർ ചേട്ടനോട് ഭയങ്കരമായിട്ട് സംസാരിക്കുകയും മിങ്കിൾ ചെയ്യും. അങ്കിളാണ് ഇപ്പോൾ രാമായണം പഠിപ്പിച്ചായിരുന്നു അമ്മ പറഞ്ഞു. അങ്കിള് എന്താണ് അങ്കിളിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണ് ആഷ്മിക്കുട്ടിക്ക്? എല്ലാ പ്രായക്കാർക്കും പറ്റിയത്. അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് സത്യമാണ് കേട്ടോ. വരുന്ന എല്ലാവരോടും ചേട്ടൻ തന്നെ അത് ഭയങ്കര കോംപ്ലിമെന്റ് ആയിപ്പോയി. ഇപ്പം ഇവരുടെ കോറം തികയാണെങ്കിൽ ഒരാളെ കൂടെ വിളിക്കാനുണ്ട്. ഇപ്പം ആഷ്മി പറഞ്ഞ പോലെ തന്നെ എല്ലാവരുടെയും പ്രിയങ്കരൻ, ഇവിടുത്തെ പായസപ്രിയൻ. വിളിച്ചാലോ ചേച്ചി? വരുമ്പോഴേ എല്ലാവരും ചിരിക്കാൻ തുടങ്ങി കേട്ടോ. അതെന്താ പായസപ്രിയനാണ്. അതെ ആഷ്മി പറഞ്ഞ പോലെ എല്ലാവരുടെയും പ്രിയങ്കരനാണ്. അതാണ് അതിനേക്കാൾ എല്ലാ പ്രായക്കാർക്കും പറ്റിയ ആളെന്ന്. അപ്പം എനിക്ക് തോന്നുന്നു, എനിക്ക് ചേട്ടനെ നിർത്തിക്കൊണ്ട് ഇവരോടൊരു കാര്യം ചോദിക്കേണ്ട. അമ്മ എന്നോട് പറയുണ്ടായി ആദ്യം ദേവേട്ടൻ പ്രപ്പോസ് ചെയ്യാൻ ചേച്ചിയോടല്ല ഇവരോടാണ് ചോദിച്ചത്, അമ്മയെ കല്യാണം കഴിച്ചോട്ടെ. അപ്പൊ എന്താണ് ആമി പറഞ്ഞത്? പറയൂ, നിങ്ങൾ എന്താണ് മാമി ആഷ്മി എന്താണ് പറഞ്ഞത്? പറ പറ. അമ്പലത്തിലേക്ക് കയറുന്നതിന് മുമ്പ് ആഷ്മിയെ വിളിച്ചു, അങ്കിൾ കല്യാണത്തിന് തൊട്ട്. അപ്പൊ ഞാൻ വളരെ ഭയഭക്തി ബഹുമാനത്തോടു കൂടി ഒരു കാര്യം പറഞ്ഞു. പറയൂ ആഷ്മി എങ്ങനെയാണ് പറഞ്ഞത്? അത് അങ്കിൾ റെഡിയാണ്, പറഞ്ഞു. അങ്കിൾ അതിന് ഓക്കെ ആയിരുന്നു. ലാസ്റ്റ് ചാൻസ് ആണ്, ഒന്നുകൂടെ ആലോചിച്ചു. നോ എക്സ്ചേഞ്ച്. അടിപൊളി. അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് ആഷ്മിക്കും ആമിക്കും ഒക്കെ ഇഷ്ടമുള്ള പായസമാണ്. അതുകൊണ്ട് ഇന്ന് ഞാനാണ് ടേസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇവരെപ്പോഴും കഴിക്കും. എനിക്ക് തരൂ ചേച്ചി, എങ്ങനെയുണ്ട് നോക്കട്ടെ. അപ്പോൾ നമ്മൾ ഇന്ന് കഴിക്കാൻ പോകുന്ന പായസം അവൽ പഴം രസകദളിപ്പഴം അല്ലേ ചേച്ചി? രസകദളിപ്പഴം പായസമാണ്. ഭയങ്കര ഈസിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ ഓണത്തിന് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്ന ഒരു വെറൈറ്റി പായസമാണ്, യമന ചേച്ചി വെച്ച പായസമാണ്. ചേച്ചി നല്ല പായസമാണ്. ഇതും മറ്റേ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരുപാട് മധുരം ചേച്ചി ഇടില്ല. അതൊരു പ്രത്യേകത അനുസരിച്ചിട്ട് വളരെ കറക്റ്റ് ആയിട്ടുള്ള മധുരമാണ്. കാരണം മിക്ക പായസങ്ങളും നമുക്ക് കുടിക്കാൻ പറ്റില്ല, അവിടെ ഒരാൾ അതെ ചെടിക്കുന്നുണ്ട്. ഇത് പക്ഷെ നല്ല പായസമാണ്. ഇത് അവല് കുറച്ച് എനിക്കൊന്ന് ചേച്ചി ഇതിനകത്ത് മിക്സ് ആയിട്ടുണ്ട് അല്ലേ, അവലും പഴവും ഫുള്ള് മിക്സ് ആയിട്ടുണ്ട്. നല്ല പായസമാണ്, ഭയങ്കര ഈസിയാണ്. അതാണ് എനിക്ക് സത്യം പറഞ്ഞിട്ട് ഭയങ്കര ഈസിയാണ്. പഞ്ചസാര വെച്ച് ബാക്കി എല്ലാം ഹെൽത്തിയാണ്. അപ്പൊ യമന ചേച്ചിയുടെ അവൽ പഴം പായസം എല്ലാവരും ഉണ്ടാക്കി നോക്കണം, ഭയങ്കര ഈസിയാണ്. അതെ, വെച്ച് നോക്കണം ഉറപ്പായിട്ടും. ഇതൊന്നും നമ്മുടെ സമയവും അവസാനിക്കാറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഭയങ്കര ഈസി ആയിട്ട് അടിപൊളിയായിട്ട് 2 പായസം നമുക്ക് ഓണത്തിന് തന്നു. ഭയങ്കര സന്തോഷം ചേച്ചി. എല്ലാവരുടെ തിരക്കാണ്, കൊറോണ സമയമാണ്, ഒക്കെ അറിയാം. എന്തായാലും ഇതുപോലെ ബ്ലെസ്ഡ് ആയിട്ട് തന്നെ മുന്നോട്ട് പോട്ടെ എല്ലാവർക്കും. അപ്പം പ്രേക്ഷകരുടെ വകയായിട്ടും കൗമുദി ടിവിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഓണത്തിന്റെ എല്ലാവിധ ആശംസകളും. പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? എല്ലാവർക്കും വളരെ സന്തോഷപ്രദമായ ആശാവഹമായ ഒരു നല്ല ഓണം ആഘോഷം നിങ്ങൾ ആശംസിക്കുന്നു. അതെ, എല്ലാവരും സന്തോഷമായിട്ട് കുടുംബം സമേതം ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്താ പറയുക സന്തോഷത്തോടെ ഇരിക്കുക. എല്ലാവരും ഹാപ്പി ആയിട്ട്. ഞങ്ങളുടെ വക ഹാപ്പി ഓണം. ഹാപ്പി ഓണം.